Good morning to all. നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിങ് ഇൻ ലബോറട്ടറി ഫ്രെയിം ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് θ1ഉം θ2ഉം അതുപോലെ തന്നെ തീറ്റയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം θ1 θ2 എന്ന് പറയുന്നത് ലബോറട്ടറി ഫ്രെയിമിൽ സ്കാറ്ററിങ്ങിന് ശേഷം M1 മാസും M2 മാസും സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആംഗിളാണ്. അതേസമയം തീറ്റ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള ആംഗിളാണ്. അതായത് M1 മൂവ് ചെയ്യുന്ന ആംഗിൾ തീറ്റയും M2 മൂവ് ചെയ്യുന്ന ആംഗിൾ പൈ മൈനസ് തീറ്റ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ആംഗിളുകൾ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻസ് ഇൻ ലാബ് ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമാണ്. സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നമ്മൾ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്താണ്, ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ലെറ്റ് θ1 ആൻഡ് φ1 ആർ ദി സ്കാറ്ററിങ് ആംഗിൾസ് ഓഫ് പാർട്ടിക്കിൾ M1 ഇൻ ദ ലാബ് ഫ്രെയിം. അപ്പം നമ്മൾ M1 എന്ന് പറയുന്ന പാർട്ടിക്കിളിന് ലാബ് ഫ്രെയിമിലുള്ള സ്കാറ്ററിങ് ആംഗിൾസ് എന്ന് പറയുന്നത് θ1ഉം φ1ഉം ആണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ സോളിഡ് ആംഗിളിൻ്റെ ടേംസിലാണല്ലോ സ്കാറ്ററിങ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ 2 ആംഗിളുണ്ട്, θ1ഉം φ1ഉം ആണ് M1ൻ്റെ സ്കാറ്ററിങ് ആംഗിൾ ഇൻ ലാബ് ഫ്രെയിം എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഈ M1 എന്ന് പറയുന്ന മാസിൻ്റെ തന്നെ സ്കാറ്ററിങ് ആംഗിൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് വരുമ്പോൾ അത് തീറ്റയും ഫൈയും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരേ മാസിൻ്റെ കാര്യമാണ് പറയുന്നത്. M1 മാസിൻ്റെ ലാബ് ഫ്രെയിമിലുള്ള സ്കാറ്ററിങ് ആംഗിൾ θ1ഉം φ1ഉം സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെത്തുമ്പോൾ തീറ്റയും ഫൈയും ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ദ സോളിഡ് ആംഗിൾ ഇൻ ദ ലാബ് ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ ലാബ് ഫ്രെയിമിലുള്ള സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് dω1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. dω1 ഈക്വൽ ടു സൈൻ θ1 dθ1 dφ1 ആണെന്ന് വിചാരിക്കുക. കാരണം നമ്മളിവിടെ ലാബ് ഫ്രെയിമിലുള്ള M1ൻ്റെ ആംഗിൾ സ്കാറ്ററിങ് ആംഗിൾ θ1 φ1 ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ സോളിഡ് ആംഗിൾ ലാബ് ഫ്രെയിമിൽ എത്രയായിരിക്കും, dω1 എന്ന് പറഞ്ഞാൽ സൈൻ θ1 dθ1 dφ1 ആയിരിക്കും. ഇതുപോലെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള സോളിഡ് ആംഗിളിനെ നമ്മൾ dω എന്ന് വിളിക്കുവാണെങ്കിൽ ദാറ്റ് dω വിൽ ബി സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. കാരണം സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെ സ്കാറ്ററിങ് ആംഗിൾ തീറ്റയും ഫൈവും ആണ്. ഓക്കെ, സോ dω1 എന്ന് പറയുന്നത് സൈൻ θ1 dθ1 dφ1 എന്നും dω എന്ന് പറയുന്നത് സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്നും നമുക്കിവിടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രെയിം ഇൻഡിപെൻഡൻ്റ് ആണ്, 2 ഫ്രെയിമിൽ ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സിഗ്മ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ലാബ് ഫ്രെയിമിൽ അത് σ1 എന്നും, അതായത് ഇത് ക്യാപിറ്റൽ സിഗ്മയാണ്, ഞാൻ പറഞ്ഞത് സ്മോൾ ലെറ്റർ സിഗ്മയാണ് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ. അപ്പോൾ σ1 ഈസ് ഈക്വൽ ടു സിഗ്മയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ d സിഗ്മ ഈക്വൽ ടു, അതായത് ഇവിടെ ഓക്കെ d സിഗ്മ θ1 φ1, σ1 സിഗ്മ എന്നുള്ളതല്ല, മറിച്ച് θ1 φ1 എന്ന് പറയുന്നത് ലാബ് ഫ്രെയിമിലുള്ള സ്കാറ്ററിങ് ആംഗിളാണ്. അപ്പോൾ ലാബ് ഫ്രെയിമിലുള്ള d സിഗ്മ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള d സിഗ്മയാണ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ d സിഗ്മേനെ ഞാൻ dω1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും dω1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. സോ d സിഗ്മ ബൈ dω1 ഇൻറ്റു dω1 എഴുതുന്നു. ഈ കേസിൽ ഇത് ഏതാ, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമാണ്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള സോളിഡ് ആംഗിൾ dω ആണ്. ആ dω കൊണ്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് d സിഗ്മ ബൈ dω1 ഇൻറ്റു dω1 ഈക്വൽ ടു d സിഗ്മ ബൈ dω ഇൻറ്റു dω എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ θ1 φ1 എന്ന് പറയുന്ന ആംഗിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ലബോറട്ടറി ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ ഈ θ1 φ1 എന്നിങ്ങനെ ബ്രാക്കറ്റിൽ എഴുതുന്നതിന് പകരം ഞാൻ ഈ ടേമിനെ മൊത്തത്തിൽ d സിഗ്മ ബൈ dω1 ലാബ് എന്ന് എഴുതുന്നു. ഇങ്ങനെ ലാബ് എന്ന് എഴുതിയാൽ പിന്നെ ഈ θ1 φ1 എന്ന് എഴുതണ്ട, കാരണം നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരുന്നു ലബോറട്ടറി ഫ്രെയിമിൽ θ1 φ1 ആണ് സ്കാറ്ററിങ് ആംഗിൾ എന്ന്. അപ്പോൾ ഇത് d സിഗ്മ ബൈ dω1 ലാബ് ഇൻറ്റു dω1 ഈക്വൽ ടു തീറ്റ ഫൈ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമാണ്. സോ നമുക്ക് d സിഗ്മ ബൈ dω സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഇൻറ്റു dω എന്ന് കിട്ടും. സോ യൂസിങ് ഇക്വേഷൻ 28 ആൻഡ് ഇക്വേഷൻ 29 ഇൻ ഇക്വേഷൻ 30 വി ഗെറ്റ്, അതായത് കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ d സിഗ്മ ബൈ dω1 ഇൻറ്റു dω1 സോളിഡ് ആംഗിൾ ഇൻ ലബോറട്ടറി ഫ്രെയിം എന്ന് പറയുന്നത് സൈൻ θ1 dθ1 dφ1 ആണ്. അപ്പോൾ ഞാനിവിടെ dω1 പകരം സൈൻ θ1 dθ1 dφ എന്ന് കൊടുത്തുള്ളൂ, dφ1 എന്ന് കൊടുത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ d സിഗ്മ ബൈ dω സെൻറ്റർ ഓഫ് മാസ്, dω എന്ന് പറഞ്ഞ സോളിഡ് ആംഗിൾ ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമാണ്, അത് സൈൻ തീറ്റ ഡി തീറ്റ dφ ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ d സിഗ്മ ബൈ dω1 ലാബ്, അതായത് ചെയ്തത്രേ ഉള്ളൂ, ഈ ടേം ഉണ്ടല്ലോ
ഈ ടേമിനെ കൂടി ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡി സിഗ്മ ബൈ ഡി ഒമേഗ 1 ലാബ് മാത്രം കിട്ടും. ഈക്വൽ ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗ സെൻറ്റർ ഓഫ് മാസ് ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ 1 ഡി തീറ്റ 1 ഡി ഫൈ 1 എന്ന് വരും. ഇനി സിൻസ് ദർ ഇസ് സിലിണ്ട്രിക്കൽ സിമെട്രി അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് ബീം, നമ്മൾ ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഡയറക്ഷൻ നമ്മൾ ആദ്യം കണ്ട ഒരു ഫിഗർ ഉണ്ടായിരുന്നു. ആ ഫിഗറിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങളിവിടെ ഇൻസിഡൻറ്റ് ബീം എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻസിഡൻറ്റ് ബീം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു, അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടാർജറ്റ് ഉണ്ട്, ആ ടാർജറ്റിലേക്ക് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ബീം മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതൊരു സിലിണ്ട്രിക്കൽ സിമെട്രിയാണുള്ളത്. നമ്മൾ ഈ സിമെട്രി പറയുമ്പം എന്താണ്, സ്പെറിക്കൽ സിമെട്രി, സിലിണ്ട്രിക്കൽ സിമെട്രി, അങ്ങനെ പല കേസുകളുണ്ട്. അപ്പോൾ ഈ കേസിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് സിലിണ്ട്രിക്കൽ സിമെട്രിയാണ്. അങ്ങനെ സിലിണ്ട്രിക്കൽ സിമെട്രി വരുമ്പോൾ നിങ്ങൾക്ക് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസ് അറിയാം. നമ്മൾ ഈ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 6 തീറ്റ 5 എന്ന് എടുക്കുന്നത് പോലെ നമുക്കവിടെ 6 റോയും ഇസഡ് എന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എനിവേ സിലിണ്ട്രിക്കൽ സിമെട്രിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ സൈ 1 എന്ന് പറയുന്നത് ഈക്വൽ ടു സൈ ആയിരിക്കും. അതായത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള അതുപോലെ തന്നെ ലബോറട്ടറി ഫ്രെയിമിലുമുള്ള സൈ ആംഗിൾസ് എന്ന് പറയുന്നത് ഫോർ എ സിലിണ്ട്രിക്കൽ സിമെട്രി ഇറ്റ് വിൽ ബി സെയിം ആയിരിക്കും. സോ സൈ 1 ഈക്വൽ ടു ഫൈ 1 ഈക്വൽ ടു 5 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡി ഫൈയും ഡി ഫൈ 1നെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സിഗ്മ ബൈ ഡി ഒമേഗ 1 ലാബ് ഈക്വൽ ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗ സെൻറ്റർ ഓഫ് മാസ് ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ 1 ഡി തീറ്റ 1 വന്നു. കാരണം ഈ ഡി ഫൈയും ഡി ഫൈ 1ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇവിടെ ഇനി ഈ സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ളതിന് എനിക്ക് ഡിഫറൻഷ്യൽ ഓഫ് കോസ് തീറ്റ എന്ന് എഴുതാം. അതുപോലെ സൈൻ തീറ്റ 1 ഡി തീറ്റ 1 എന്നുള്ളതിന് എനിക്ക് ഡിഫറൻഷ്യൽ ഓഫ് കോസ് തീറ്റ 1 എന്ന് എഴുതാം. അതാണ് ഇവിടെ മോഡിഫൈ ചെയ്തത്. കാരണം ഡി ഓഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ എന്ന് വരും. ഇത് ഡി ഓഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. ഡി ഓഫ് കോസ് തീറ്റ 1 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ 1 ഡി തീറ്റ 1. മൈനസും മൈനസും ക്യാൻസലായ മേളിൽ സൈൻ തീറ്റ ഡി തീറ്റ, താഴെ സൈൻ തീറ്റ 1 ഡി തീറ്റ 1 എന്ന് വരും. അതാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഓഫ് കോസ് തീറ്റ എന്നും സൈൻ തീറ്റ 1 ഡി തീറ്റ 1നെ ഡി ഓഫ് കോസ് തീറ്റ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എനിക്ക് ഇക്വേഷൻ 32 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. നൗ ഫ്രം ഇക്വേഷൻ 17 വി ഹാവ്, നമുക്ക് ഇക്വേഷൻ 17 എന്താണെന്ന് നമുക്ക് നോക്കാം. Equation 17. ഇതാണ് ഇക്വേഷൻ 17. ഇക്വേഷൻ 17 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ 1 ഈക്വൽ ടു m1 ബൈ m2 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് m1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m2 സ്ക്വയർ പ്ലസ് 2 m1 ബൈ m2 കോസ് തീറ്റ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 17 എന്ന് പറയുന്നത്. ഓക്കെ, cos theta 1 equal to m1 by m2 plus cos theta divided by square root of 1 plus m1 square by m2 square plus 2 into m1 by m2 cos theta. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ 17നെ ഇവിടെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും നമുക്ക് നോക്കാം. ഫ്രം ഇക്വേഷൻ 17 വി ഹാവ്, ആ ഇക്വേഷൻ 17ൽ നിന്നും നമുക്ക് cos theta 1 എന്താണെന്ന് നമുക്കുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡി ഓഫ് കോസ് തീറ്റ 1 എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, കോസ് തീറ്റ 1ൽ നിന്നും ഡിഫറൻഷ്യൽ ഓഫ് കോസ് തീറ്റ 1 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്നുകൂടെ ഇക്വേഷൻ നമ്പർ 17 എടുക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 17. ഓക്കെ, ഇവിടെ കോസ് തീറ്റ 1 ആവുള്ളത്. ഇതിന് നമുക്ക് വേണ്ടത് ഡി ഓഫ് കോസ് തീറ്റ 1 ആണ് എടുക്കേണ്ടത്. ഡി ഓഫ് കോസ് തീറ്റ 1 എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ടേം ഇവിടെ ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡി ഓഫ് കോസ് തീറ്റ 1 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ആണല്ലോ പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് m1 ബൈ m2 പ്ലസ് കോസ് തീറ്റ എന്നും സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് m1 സ്ക്വയർ ബൈ m2 സ്ക്വയർ പ്ലസ് 2 m1 ബൈ m2 കോസ് തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ, m1 ബൈ m2 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു
ഡിഫറൻഷ്യൽ ഓഫ് ദിസ് 1 / സ്ക്വയർ റൂട്ട് ഓഫ് 1/√ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും 1/m1² m2² പ്ലസ് 2 ഇൻറ്റു m1/m2 cos θ ഹോൾ റൈസ് ടു -1/2 എന്നാണ്. ഓക്കെ, അതൊരു എക്സ് റൈസ് ടു -1/2 എന്ന് പറയുന്ന ഫോമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് -1/2 ഇൻറ്റു എക്സ് റൈസ് ടു -3/2 എന്ന് വരും. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1/2 ഇൻറ്റു എന്താണ് ഈ പറഞ്ഞ 1 + m1² m2² പ്ലസ് 2m1/m2 cos θ ഹോൾ റൈസ് ടു -3/2 ഇൻറ്റു ഇതിൻ്റെ അകത്തുള്ള ടേമിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്തുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 m1² m2² ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആയി പോകും. പിന്നെ ഇവിടെ വരുമ്പോൾ 2 ഇൻറ്റു m1/m2 ഇൻറ്റു cos θയുടെ ഡിഫറൻഷ്യൽ എന്ന് വെച്ചാൽ d ഓഫ് cos θ എന്ന് വരും. കാരണം ഇവിടെ d ഓഫ് cos θ ആണല്ലോ, അപ്പോൾ ഇവിടെ d ഓഫ് cos θ വരും. നൗ പ്ലസ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് 1/√ ഓഫ് 1 + m1² പ്ലസ് 2 ഇൻറ്റു m1/m2 cos θ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് വരുമ്പോൾ m1/m2ൻ്റെ ഡിഫറൻഷ്യൽ 0 വരും, d ഓഫ് cos θ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ സ്റ്റെപ്പ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക, അത് കാര്യം വളരെ സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാ d ഓഫ് cos θ1 ഈക്വൽ ടു നമ്മളിത് ഫസ്റ്റ് ഫംഗ്ഷൻ m1/m2 പ്ലസ് cos θ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് വരുമ്പോൾ ഇവിടെ ഇതുണ്ടോ ഹോൾ റൈസ് ടു 3/2 1 ഇത് ഹോൾ റൈസ് ടു 3/2 ഇൻറ്റു ഇതിനകത്തുള്ള ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ എന്ത് വരുന്നത് -1/2 വന്നത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2m1/m2 d cos θ എന്ന്. നൗ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 1/√ ഓഫ് ഈ ടേം, ഇത്രയും ടേം സെക്കൻഡ് ഫംഗ്ഷൻ വരും. പിന്നെ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പറഞ്ഞ ടേമിൻ്റെ ഡിഫറൻഷ്യൽ, ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഇവിടെ ഒരു d ഓഫ് cos θ വരും. അങ്ങനെയാണ് വന്നത്. നിങ്ങൾക്കത് സോൾവ് ചെയ്ത് നോക്കുക, നമുക്ക് ഈ എക്സ്പ്രഷനിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ d ഓഫ് cos θ1 = m1/m2 പ്ലസ് cos θ ഇൻറ്റു അവിടെ ചെയ്തത് ഈ 1/2 ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ ഒരു മൈനസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ -m1/m2 d ഓഫ് cos θ പ്ലസ് നെക്സ്റ്റ് ടേം 1 + m1² പ്ലസ് 2m1/m2 cos θ ഇൻറ്റു ഇവിടെ ഡിഫറൻഷ്യൽ ഓഫ് cos θ ഡിവൈഡഡ് ബൈ മൊത്തത്തിൽ ഹോൾ റൈസ് ടു 3/2 എന്ന് വന്നു. ഇനി ഇതിനെ എനിക്ക് ഈ കിടക്കുന്ന d ഓഫ് cos θയെ കൂടി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ ഇവിടെ എനിക്ക് d cos θ1 ഡിവൈഡഡ് ബൈ d cos θ എന്ന് എടുക്കാം, ഈക്വൽ ടു m1/m2 പ്ലസ് cos θ ഇൻറ്റു പുറത്ത് -m1/m2 ഉണ്ട്. കാരണം ഇവിടെ രണ്ടിടത്തും കിടക്കുന്ന d ഓഫ് cos θ ഉണ്ടല്ലോ, ഈ രണ്ട് d cos θ കോമൺ ആയിട്ട് നമ്മൾ എടുത്തിട്ടാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, സോ പ്ലസ് ഇവിടെ 1 + m1² പ്ലസ് 2m1/m2 cos θ ഡിവൈഡഡ് ബൈ ഈ ടേം അതേപോലെ തന്നെ വരും. ഇനി ചെയ്യുന്നത് ഈ -m1/m2നെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ഇവിടെ m1/m2, ഇവിടെ -m1/m2 എന്ന് പറഞ്ഞാൽ -m1²/m2² ഉണ്ട്. ഇവിടെ ഒരു +m1²/m2² ഉണ്ട്, അത് തമ്മിൽ ക്യാൻസൽ ആവും. അതുപോലെ ഈ -m1/m2 ഇൻറ്റു cos θ എന്ന് പറയുന്നത് -m1/m2 cos θ വരും. ഇവിടെ ഒരു +2m1/m2 cos θ ഉണ്ട്. അപ്പോൾ 2m1/m2 cos θ -m1/m2 cos θ എന്ന് പറയുന്നത് +m1/m2 cos θ വരും. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഒരു 1 ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടേം വരുമ്പോൾ ന്യൂമറേറ്ററിൽ 1 + m1/m2 cos θ മാത്രം വരും. ഡിനോമിനേറ്ററിലെ ടേം അതേപോലെ തന്നെ നിൽക്കും. സോ d ഓഫ് cos θ1 ബൈ d ഓഫ് cos θ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചെടുക്കുന്നു, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. അപ്പോൾ d ഓഫ് cos θ ബൈ d ഓഫ് cos θ1 എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു 1 + m1²/m2² പ്ലസ് 2m1/m2 cos θ ഹോൾ റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ 1 + m1/m2 cos θ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇതുണ്ടോ ഇക്വേഷൻ 32, ഇക്വേഷൻ 32 d ഓഫ് cos θ ബൈ d ഓഫ് cos θ1 ഉണ്ട്. അപ്പോൾ ഈ ടേമിന് പകരം നമുക്കിപ്പോൾ കിട്ടിയ ടേം നമ്മൾ ഇക്വേഷൻ 32ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ഇക്വേഷൻ 32ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് d സിഗ്മ ബൈ d ω1 ലാബ് എന്ന് പറയുന്നത് ഇതാ ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടേം ഇൻറ്റു d സിഗ്മ ബൈ d ω സെൻറ്റർ ഓഫ് മാസ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 34 എന്ന് പറയുന്നത്. ഇനി ലെറ്റ് ദിസ്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് m1 എന്ന് പറയുന്ന മാസിൻ്റെ കേസാണ് ഈ പറഞ്ഞ എന്താണ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ലബോറട്ടറി ഫ്രെയിമിലുള്ള m1ൻ്റെ സ്കാറ്ററിംഗ് ആംഗിൾ θ1 φ1 എന്നും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് വരുമ്പോൾ θ 5 ആണെങ്കിൽ എന്താണ് കേസാണ്. ഇനി നമ്മൾ ഈ സ്കാറ്റർ ചെയ്യപ്പെട്ട മറ്റൊരു പാർട്ടിക്കിളാണ് m2. ഈ m2ൻ്റെ കേസിൽ അതിൻ്റെ സ്കാറ്ററിംഗ് ആംഗിൾ ലബോറട്ടറി ഫ്രെയിമിൽ θ2 φ2 ആണെന്നും അതേപോലെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ θ 5 ആണെന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ d ω2 ആണ് സപ്പോസ് m2ൻ്റെ സോളിഡ് ആംഗിൾ
ഇൻ ലാബ് ഫ്രെയിം എന്ന് എടുത്താൽ ഡി ഒമേഗ ടു സൈൻ തീറ്റ ടു ഡി തീറ്റ ടു ഡി ഫൈ ടു എന്ന് വരും. അതേപോലെ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ടു ലാബ്, അതായത് നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ ഇത് നമുക്ക് M1ന്റെ കേസിൽ കിട്ടിയതാണ്. ഇത് M2ന്റെ കേസിലേക്ക് വരുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ ഡിഫറൻസ് വരിക? ഡി സിഗ്മ ബൈ ഡി ഒമേഗ ടു ആവും, ഒമേഗ ടു ലാബ് ഈക്വൽ ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗ സെൻറ്റർ ഓഫ് മാസ് ഇൻറ്റു ഡി ഓഫ് കോസ് തീറ്റ അല്ല, മറിച്ച് എന്ത് വരും? പൈ മൈനസ് തീറ്റ വരും. കാരണം M2 സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ M2 സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആംഗിൾ പൈ മൈനസ് തീറ്റ. അപ്പോൾ തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ വരും, തീറ്റ 1ന് പകരം തീറ്റ 2 എന്ന് വരും. അങ്ങനെയാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ നമ്മൾ എഴുതുക ഇത്. ഓക്കെ, സോ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ടു എന്ന് പറയുന്നത് ഡി ഓഫ് കോസ് പൈ മൈനസ് തീറ്റ ബൈ ഡി കോസ് തീറ്റ ടു ഇൻറ്റു ഡി സിഗ്മ ബൈ ഡി ഒമേഗ. കോസ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ ആണ്. അപ്പോൾ ഇത് ഡി ഓഫ് മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി കോസ് തീറ്റ ടു ഇൻറ്റു ഡി സിഗ്മ ബൈ ഡി ഒമേഗ സെൻറ്റർ ഓഫ് മാസ് കിട്ടി. അപ്പോൾ ലബോറട്ടറി ഫ്രെയിമിൽ M2ന്റെ കേസിലുള്ള ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനും തമ്മിലുള്ള റിലേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും നമുക്ക് നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ടേം ഉണ്ട് ഡി ഓഫ് മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി ഓഫ് കോസ് തീറ്റ ടു. അതിനെ നമ്മളിവിടെ എടുക്കുന്നു. ഇവിടെ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ. ഡി ഓഫ് കോസ് തീറ്റ എന്നല്ല, ഡി ഓഫ് മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി ഓഫ് കോസ് തീറ്റ ടു എന്ന് പറയുന്നത് ഈക്വൽ ടു ഡി ഓഫ് മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി ഓഫ് കോസ്. നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് തീറ്റ ടുവും തീറ്റയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഫൈനലി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തീറ്റ ടു എന്ന് പറയുന്നത് പൈ മൈനസ് തീറ്റ ബൈ ടു ആണെന്നറിയാം. അപ്പോൾ ഈ കോസ് ഓഫ് തീറ്റ ടുവിന് പകരം നമ്മൾ പൈ മൈനസ് തീറ്റ ബൈ ടു എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തെടുത്തതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മേളിൽ ഡി ഓഫ് മൈനസ് കോസ് തീറ്റ, താഴെ ഡി ഓഫ് കോസ് പൈ മൈനസ് തീറ്റ ബൈ ടു എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു മൈനസ് തീറ്റ ബൈ ടു. കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് തീറ്റ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് സൈൻ തീറ്റ ബൈ ടു ആയിരിക്കും. നമുക്കറിയാം കോസ് പൈ ബൈ ടു മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആണെന്ന് അറിയാം. അപ്പോൾ കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് തീറ്റ ബൈ ടു എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ ടു ആയിരിക്കും. അപ്പോൾ ഇത് ഡി ഓഫ് സൈൻ തീറ്റ ബൈ ടു എന്ന് പറഞ്ഞു, വിച്ച് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഓഫ് മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഡി തീറ്റയാണ്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ്, ശരിക്കും കോസ് തീറ്റ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ തീറ്റയാണ്, മൈനസും കൂടെ പ്ലസ് ആയതാണ് ഇവിടെ സൈൻ തീറ്റ ഡി തീറ്റ വന്നത്. താഴെ ഡിഫറൻഷ്യൽ ഓഫ് സൈൻ തീറ്റ ബൈ ടു എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ ടു ഇൻറ്റു തീറ്റ ബൈ ടുയുടെ ഡിഫറൻഷ്യൽ ഡി തീറ്റ ബൈ ടു എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി ഓഫ് മൈനസ് കോസ് തീറ്റ ബൈ ഡി ഓഫ് കോസ് തീറ്റ ടു എന്ന് പറയുന്നത്, ഓക്കെ, ഈ ടുവിനെ നമുക്ക് മേളിലേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ 2 സൈൻ തീറ്റ എന്ന് വന്നു, ഡി തീറ്റയും ക്യാൻസലായി, താഴെ ഒരു കോസ് തീറ്റ ബൈ ടു ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഇതിനെ നമുക്ക് സൈൻ തീറ്റ എന്നുള്ളതിനെ 2 സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, സൈൻ തീറ്റയ്ക്ക് പകരം 2 സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു കൊടുത്തു, താഴെ ഒരു കോസ് തീറ്റ ബൈ ടു ഉണ്ട്. ഈ കോസ് തീറ്റ ബൈ ടു ഈ താഴത്തെ കോസ് തീറ്റ ബൈ ടും ക്യാൻസൽ ആവും. അപ്പോൾ ഇത് 4 സൈൻ തീറ്റ ബൈ ടു എന്ന് കിട്ടും. അപ്പോൾ ഡി ഓഫ് മൈനസ് കോസ് തീറ്റ ബൈ ഡി ഓഫ് കോസ് തീറ്റ ടു എന്ന് പറയുന്നത് 4 സൈൻ തീറ്റ ബൈ ടു എന്ന് കിട്ടും. അത് ഇക്വേഷൻ 37 ആണ്. നൗ യൂസിങ് ഇക്വേഷൻ 37 ഇൻ ഇക്വേഷൻ 36 ഇതാണ്. ഓക്കെ, ഇതിൽ ഈ ടേം ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ 37നെ നമ്മൾ ഇക്വേഷൻ 36ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി സിഗ്മ ബൈ ഡി ഒമേഗ ടു ലാബ് എന്ന് പറയുന്നത് 4 സൈൻ തീറ്റ ബൈ ടു ഇൻറ്റു ഡി സിഗ്മ ബൈ ഡി ഒമേഗ സെൻറ്റർ ഓഫ് മാസ് എന്ന് കിട്ടും. ഇനി നമ്മൾ ചില ലിമിറ്റിംഗ് കേസസ് നോക്കുകയാണ്. ലിമിറ്റിംഗ് കേസസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ M2 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ M1 ആണെന്ന് വിചാരിക്കുക. കേസ് 1, M2 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ M1. M2 വെരി മച്ച് ഗ്രേറ്റർ ദാൻ M1 ആണെങ്കിൽ M1 ബൈ M2 എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. ദാറ്റ് ഇസ് M1 ബൈ M2 ടെൻസ് ടു 0 ആണെന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ M1 ബൈ M2 ടെൻസ് ടു 0 എന്ന് കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ 34 എന്ത് വരും നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ഇക്വേഷൻ 34. M1 ബൈ M2 നെഗ്ലിജിബിളി സ്മോൾ, M1 ബൈ M2 0യിലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ടേം 0 ആയി പോകും. അതായത് M1 സ്ക്വയർ ബൈ M2 സ്ക്വയർ 0 ആവും. ഇവിടെ ഈ M1 ബൈ M2 0 ആവും. എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ 1/3/1 എന്ന് വരും. ഇവിടെ M1 ബൈ M2 0 വരും. അപ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ 1 വരും. എന്ന് വെച്ചാൽ ഡി സിഗ്മ ബൈ ഡി ഒമേഗ 1 ലാബ് ഈക്വൽ ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗ സെൻറ്റർ ഓഫ് മാസ് കിട്ടും. എന്ന് വെച്ചാൽ അത് ഈക്വൽ ആണെന്ന് കിട്ടും. അതായത് ഇഫ് M1 ഈസ് ഈക്വൽ ടു M2 നമുക്ക് എന്ത് കിട്ടും? ഡി സിഗ്മ ബൈ ഡി ഒമേഗ 1 ഇൻ ലാബ് ഈക്വൽ ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗ സെൻറ്റർ ഓഫ് മാസ് കിട്ടും. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 39 എന്ന് കൊടുക്കാം. ഞാൻ അടുത്ത ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത് M2 ഈക്വൽ ടു M1 ആണെന്ന് വിചാരിക്കാം. M2 ഈക്വൽ ടു M1 അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 34 എന്ത് വരും നോക്കാം. M2 ഈക്വൽ ടു M1 ആയാൽ ഇക്വേഷൻ 34 എന്ത് വരും നോക്കാം. ഇവിടെ M2 ഈക്വൽ ടു M1 ആയാൽ M1 സ്ക്വയർ ബൈ M2 സ്ക്വയർ 1 വരും. M1 ബൈ M2 1 വരും. അപ്പോൾ ഇത് 1 + 1 + 2 കോസ് തീറ്റ എന്ന് വെച്ചാൽ മേളിൽ 2 + 2 കോസ് തീറ്റ ഹോൾ റൈസ് ടു 3/2 എന്ന് വരും. ഇവിടെ M1 ബൈ M2 1 വരുമ്പോൾ താഴെ 1 + കോസ് തീറ്റ എന്ന് വരും. ഓക്കെ,
അപ്പോൾ നമ്മുടെ ടേം എന്ന് പറയുന്നത് m2 ഈക്വൽ ടു m1 വരുമ്പോൾ ഇങ്ങനെ വരും 1 + 1 + 2 cos θ ഹോൾ റേസ് ടു 3/2 താഴെ 1 + cos θ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇത് 1 + 1 + 2 cos θ എന്ന് പറഞ്ഞാൽ 2 + 2 cos θ ഹോൾ റേസ് ടു 3/2 ആണ്. അതിൽ നിന്ന് 2/3/2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇത് 2/3/2 × 1 + cos θ ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 1 + cos θ എന്ന് നമുക്ക് കിട്ടും. d sigma by d omega 1 lab ഈക്വൽ ടു 2/3/2 × 1 + cos θ ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 1 + cos θ ഇൻറ്റു d sigma by d omega സെൻറ്റർ ഓഫ് മാസ് കിട്ടും. എന്ന് വെച്ചാൽ d sigma by d omega 1 lab ഈസ് ഈക്വൽ ടു 2/3/2 1 + cos θ ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 1 + cos θ എന്ന് പറഞ്ഞാൽ 1 + cos θ ഹോൾ റേസ് ടു 1/2 ആണ് ഇൻറ്റു d sigma by d omega സെൻറ്റർ ഓഫ് മാസ്. എന്ന് വെച്ചാൽ ഇവിടെ 2/3/2 ഇൻറ്റു 1 + cos θ 2 cos square θ/2 എന്ന് എഴുതും. സോ 2 cos square θ/2 ഹോൾ റേസ് ടു 1/2 എന്ന് വരും. 2 cos square θ/2 ഹോൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ 2/1/2 ഇൻറ്റു cos square θ/2 ഹോൾ റേസ് ടു 1/2. അപ്പോൾ ഇവിടെ 2/1/2 വരും. 2/3/2 ഇൻറ്റു 2/1/2 എന്ന് പറഞ്ഞാൽ 2/4/2 എന്ന് വെച്ചാൽ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 എന്ന് വരും. cos square θ/2 ഹോൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അത് cos θ/2. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് d sigma by d omega 1 lab എന്ന് പറയുന്നത് 4 cos θ/2 ഇൻറ്റു d sigma by d omega സെൻറ്റർ ഓഫ് മാസ് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 40. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ലിമിറ്റിംഗ് കേസാണ്. ഒന്ന് ഈ പറഞ്ഞ m2 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ m1 വരുന്ന കേസും അതുപോലെ m2 ഈക്വൽ ടു m1 വരുന്ന കേസും എങ്ങനെയാണ് ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ ഇൻ ലബോറട്ടറി ഫ്രെയിം ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. Now we are going to solve a problem. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. In an elastic collision between two particles of equal mass, രണ്ടും മാസ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഷോ ദാറ്റ് 2 particles come out at right angles with respect to each other in the lab frame. ഓക്കെ, അപ്പം ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. 2 പാർട്ടിക്കിൾ ഉണ്ട്. 2 പാർട്ടിക്കിളിൻ്റെ മാസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ m1ഉം m2ഉം ലാബ് ഫ്രെയിമിൽ നടക്കുന്ന സ്കാറ്ററിംഗ് നടന്നതിന് ശേഷം ഈ m1ൻ്റെയും m2ൻ്റെയും കൂടി എങ്ങനെയാണ് ദേ കം ഔട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ്, അതായത് 90 ഡിഗ്രിയിലാണ് എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാബ് ഫ്രെയിം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ 17 എന്ന് പറഞ്ഞാൽ so here is our equation number 17. കാരണം നമുക്ക് ഇവിടെയാണ് θ1ഉം θയും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ നേരത്തെ രണ്ടാമത്തെ ലെക്ചറിൽ നമ്മൾ θ1ഉം θയും തമ്മിലുള്ള റിലേഷൻ 17 ആയിട്ടും അതേപോലെ θ2ഉം θയും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മളിവിടെ എടുത്തിരുന്നു. θ2ഉം θയും തമ്മിലുള്ള റിലേഷൻ 26ലും θ2 = π - θ/2. അപ്പം നമുക്ക് കാണിക്കേണ്ടത് ഈ θ1ഉം θ2ഉമാണ് m1ൻ്റെയും m2ഉം സ്കാറ്റർ ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ അത് റൈറ്റ് ആംഗിൾസിലായിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ടാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ ആദ്യം എടുക്കുന്നത്. ഏത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 17 cos θ1 = m1/m2 + cos θ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 + m1² / m2² + 2m1/m2 cos θ. നമ്മളോട് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് m1ഉം m2ഉം സെയിം ആണ്, ഈക്വൽ മാസ് ആണ്. അപ്പോൾ m1/m2 1 വരും. ഇത് 1 + cos θ. താഴെ 1 + ഇത് 1 വരും. കാരണം m1² / m2² 1. സോ 1 + 1 + 2 cos θ എന്ന് വരും. അതാണ് cos θ1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 17 ഇവിടെ ആ പ്രോബ്ലത്തിൽ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കിട്ടും. cos θ1 = 1 + cos θ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 + 1 + 2 m1/m2 cos θ എന്ന് കിട്ടും. അതായത് മേളിൽ 1 + cos θ ഉണ്ട്, താഴെ 2 + m1/m2 അഗെയിൻ 1 ആണ്. കാരണം m1 = m2 എന്നല്ല പറഞ്ഞത്, ഇതും 1 വരും. അപ്പോൾ 1 + 1 + 2 cos θ എന്ന് വെച്ചാൽ 2 + 2 cos θ. റൂട്ട് ഓഫ് 2 + 2 cos θക്കകത്ത് നിന്ന് ഒരു റൂട്ട് 2 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ √2 × √1 + cos θ എന്ന് വരും. അപ്പോൾ ഈ 1 + cos θ ഡിവൈഡഡ് ബൈ √1 + cos θ എന്ന് പറഞ്ഞാൽ മേളിൽ √1 + cos θ വരും. അപ്പം മുകളിൽ √1 + cos θ ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞാൽ √1 + cos θ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് cos θ1 = സ്ക്വയർ റൂട്ട് ഓഫ് 1 + cos θ/2. ഇനി 1 + cos θ എന്ന് പറഞ്ഞാൽ എന്താ? 1 + cos θ എന്ന് പറഞ്ഞാൽ 2 cos square θ/2 ആണ്. അപ്പോൾ നമ്മൾ ഇതിന് 2 cos square θ/2 നോക്കി. 2ഉം 2ഉം ക്യാൻസൽ ആയി. √ ഓഫ് cos square θ/2 എന്ന് പറഞ്ഞാൽ cos θ/2. അപ്പോൾ നമുക്കിവിടെ cos θ1 = cos θ/2 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ θ1 = θ/2 എന്നാണ് അതിൻ്റെ അർത്ഥം. θ1 = θ/2. ഇനി ഇക്വേഷൻ 26 അനുസരിച്ച് θ2ഉം θ തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡെറൈവ് ചെയ്തിരുന്നു. θ2 = π - θ/2. അങ്ങനെയാണെങ്കിൽ which is equal to π/2. π
പൈ മൈനസ് തീറ്റ ബൈ ടു എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു മൈനസ് തീറ്റ ബൈ ടു. സോ പൈ ബൈ ടു മൈനസ് തീറ്റ ബൈ ടു. തീറ്റ ബൈ ടു എന്ന് പറയുന്നത് ഈക്വൽ ടു ഇവിടെ തീറ്റ 1 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൈ ബൈ ടു മൈനസ് തീറ്റ 1. സോ തീറ്റ 2 ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് തീറ്റ 1 ഓർ തീറ്റ 1 പ്ലസ് തീറ്റ 2 ഈക്വൽ ടു പൈ ബൈ ടു. ഇതാണ് നമ്മളോട് കാണിക്കാൻ ചോദിച്ചിരിക്കുന്നത്. മൂവ് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്നുള്ളതാണ്. അപ്പോൾ സോ M1 മൂവ് ചെയ്യുന്ന ആംഗിൾ തീറ്റ 1 M2 മൂവ് ചെയ്യുന്ന ആംഗിൾ തീറ്റ 2 ആണ്. അപ്പോൾ തീറ്റ 1 തീറ്റ 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ട്? വി ആർ ഗെറ്റിംഗ് ആംഗിൾ പൈ ബൈ ടു. So this shows that the two particles come out at right angles to each other in the lab frame if their masses are equal. Okay. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡെറൈവ് ചെയ്യുന്നത്. So rest we will discuss in the next class. Okay, thank you.